ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽ ക്രിയേറ്റേഴ്സ്. ഇന്ന് നമ്മളുടെ ഓപ്ഷൻ ബൈയിങ് ലൈവ് മാർക്കറ്റ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒരു ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ സ്പോട്ട് ബേസ് ആക്കി എൻട്രി സ്ട്രൈക്ക് ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും കുറേ ടെൻഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ട്രൈക്കിൽ ഈ തീറ്റ അടിക്കേണ്ട ഇമ്പാക്റ്റ് ഒക്കെ വന്നുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായിട്ട് ചില സമയത്ത് ട്രേഡ് കിട്ടാറില്ല. പക്ഷേ സ്പോട്ട് ബേസ് നമ്മൾ ആക്കിക്കൊണ്ട് തന്നെ ഈസി ആയിട്ട് വേറൊരു ചാർട്ടും നോക്കേണ്ടതായിട്ടില്ല, സ്പോട്ട് ബേസ് മാത്രം നോക്കിയാൽ മതി. സ്റ്റോപ്പ് ലോസ് നമ്മൾ 15 പോയിന്റ് ആണ് പ്രീമിയത്തിൽ വെക്കുന്നത്. അതിന് അഗേൻസ്റ്റ് ആയിട്ട് മിനിമം അതിൻ്റെ 3 ഇരട്ടി 45 പോയിന്റ്, അതുപോലെ തന്നെ പിന്നെ 50 പോയിന്റ് ആ റേഞ്ചിലാണ് നമ്മുടെ മിനിമം ടാർഗറ്റ് വന്നത്. പിന്നെ 100 പോയിന്റ്, അതാണ് നമ്മൾ ഇപ്പം എടുക്കണ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ. 24017 ഒരു സപ്പോർട്ടായിരുന്നു. വ്യക്തമായിട്ട് നമ്മൾ 9:30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24,000 കോൾ ഓപ്ഷനാണ് ആ ഒരു ടൈമിൽ പ്ലാൻ ചെയ്യിച്ചത്. കാരണം നമുക്കിവിടെ ഈ ഒരു ലെവലിൽ സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിൽ അയച്ചെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി ആക്റ്റീവ് ആവും. അപ്പോഴാണ് നമ്മൾ 24,000 കോൾ ഓപ്ഷൻ പ്ലാൻ ചെയ്യണത്. ഡയറക്റ്റ് എൻട്രി എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുള്ളൂ, കാരണം അവിടെ ഒരു റിസ്ക് ഉണ്ട്. നമുക്കെപ്പോഴും ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ഉണ്ട്. പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൈസ് താഴെ ഇറങ്ങി വീണ്ടും ഒരു ക്യാൻഡിൽ 15 മിനിറ്റ് ക്ലോസ് ചെയ്ത് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള PAB എൻട്രി. അത്തരം എൻട്രിക്കാണ് നമ്മൾ 100% ക്വാണ്ടിറ്റി ഒക്കെ ഡിപ്ലോയ് ചെയ്യണം. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് 24,000 കോൾ ഓപ്ഷൻ നോക്കിയിരുന്നു. പക്ഷേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡയറക്ഷൻ മാറി നമ്മൾ പുട്ട് സൈഡിലോട്ട് നേരെ എൻട്രി പ്ലാൻ ചെയ്യാൻ നോക്കി. 24050 പുട്ടാണ് പ്ലാൻ ചെയ്തത്. അതാണ് 24050 പി ഓൺ ദ റഡാർ. വ്യക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പറയും നമ്മൾ എന്താണ് എടുക്കാൻ പോണത്. ഞാൻ എടുക്കണ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും തന്നെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇതൊരു സ്പൂൺ ഫീഡിങ് കമ്മ്യൂണിറ്റി എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ പഠിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റോപ്പ് ലോസുകൾ വരും, ടാർഗറ്റുകളും വരും. ട്രേഡിങ് അങ്ങനെയാണ്. ഇത് സെർട്ടനിറ്റി ഗെയിം അല്ല, പ്രോബോളിറ്റി ഗെയിമാണ്. അത് മനസ്സിലാക്കിയേക്കാം. നമ്മളൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി. പിന്നെ നമ്മുടെ 50 പ്രീമിയം ടാർഗറ്റ് അടിച്ച് അത് നമ്മൾ വ്യക്തമായിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുൻകൂട്ടിയാണ് പറയണത് നമ്മുടെ ഗ്രൂപ്പിൽ കാര്യങ്ങൾ. ഞാൻ 9:30 നമ്മൾ ആ ട്രേഡ് അപ്ഡേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനെക്കാട്ടി മുമ്പ് 9:30 എന്ന് പറയുമ്പോൾ 9:45 ടൈമിലാണ് 9:30 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത്. വ്യക്തമായിട്ട് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂ വേ മാറി. ഇതിന്റെ മേളിൽ സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് ഫെയിൽ ആയാൽ മാത്രമേ കോൾ സൈഡിലോട്ട് പോവുള്ളൂ. വ്യക്തമായിട്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മളെ സംബന്ധിച്ച് കണ്ടീഷൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുക. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൽ എടുത്തിട്ട് ചില സമയത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് തരാണ്ട് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു ക്യാൻഡിൽ റീടെസ്റ്റ് കിട്ടി. വ്യക്തമായിട്ട് ബയ്യേഴ്സിന്റെ ഒരു പ്രഷറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് വ്യക്തമായിട്ട് ഈ ഒരു ബയ്യേഴ്സ് ഫെയിൽ ആവുന്നതോടെ നേരെ നമ്മുടെ എൻട്രി ഇവിടെ ആക്റ്റീവായി. അതായത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 15 പോയിന്റ്, അതായത് 1000 രൂപയാണ് നമ്മൾ ഒരു ലോട്ടിൽ എടുക്കുന്നത്. ഒരു ദിവസം ഒറ്റ ട്രേഡ് ഉണ്ടാവുള്ളൂ. നമ്മൾ 1000 രൂപയാണ് നമ്മുടെ പെർ ലോട്ട് റിസ്ക് തന്നെ. അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു 3000 രൂപേൻ്റെ പ്രോഫിറ്റ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് ഡെയിലി. അതാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രത്യേകത. ഇതൊരു പ്രോപ്പറായിട്ട് ഒന്നില്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കണമെങ്കിൽ ഒരു 50% ക്വാണ്ടിറ്റി എടുക്കുക. ചില സമയത്ത് റീടെസ്റ്റ് തരാതെ മാർക്കറ്റ് പോകും. അതുകൊണ്ടാണ് 50% നമുക്ക് വേണം. അത് നമ്മുടെ എപ്പോഴും പ്രോപ്പറായിട്ട് എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബൈയിങ് കാലിൽ ഇട്ട് എൻട്രി എടുക്കുക. അത് വ്യക്തമായിട്ട് നമുക്കിവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ബൈയിങ് കാലിലാണ് കിട്ടുകയും ചെയ്ത് നേരെ നമ്മൾ എൻട്രി എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ മേലിലാണ് ഒരു ക്യാൻഡിൽ ക്ലോസിങ്, അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസിങ് അല്ല, 1000 രൂപ നമ്മുടെ ലോസ് വന്ന പരിപാടി കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ വെക്കുക. 15 പോയിന്റാണ് നമ്മുടെ പ്രീമിയം സ്റ്റോപ്പ് ലോസ്. അത് ഇട്ടായിട്ടുണ്ടെങ്കിൽ തീർന്ന്. അതാണ്. പിന്നെ നമ്മുടെ ടാർഗറ്റ് ഇട്ടണമെങ്കിൽ 50 പോയിന്റ്, പിന്നെ 100 പോയിന്റ്. വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മിനിമം ടാർഗറ്റ് 50 രൂപ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് വ്യക്തമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഇട്ട്. വേറെ ഒന്നുമില്ല, സ്ട്രൈക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. കാരണം സ്ട്രൈക്ക് പറയും, ഇതാണ് നമ്മൾ നോക്കണ സ്ട്രൈക്ക് എന്ന് മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. സൈക്കിളിൽ പറയുമ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷൻ വരുന്നുണ്ട്. ലെവൽ നോക്കിയിരിക്കണം, തീറ്റ അടിക്കാൻ ഇമ്പാക്ട് വരും. ചില സമയത്ത് താഴെ ക്ലോസ് ചെയ്യും, മേളിൽ ക്ലോസ് ചെയ്യും, അവിടെ നിന്ന് കയറി പോകും. പക്ഷേ സ്പോട്ട് ചാർട്ടിലൊന്നുമില്ല, ഒറ്റ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അത് ബേസ് എൻട്രി എടുക്കുക, അത് ബേസ് ട്രേഡ് വരും. ഒന്നില്ല സ്റ്റോപ്പ് ലോസ് വരും, അല്ലെ ടാർഗറ്റ് വരും. ചില ആൾക്കാർക്ക് നമ്മുടെ മിനിമം വെക്കണ സ്റ്റോപ്പ് ലോസ് 15 രൂപ പ്രീമിയം ആണ്. ഇപ്പോൾ 6 രൂപ നമ്മൾ ചെയ്യാറില്ല, അതൊന്നും കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു 6 രൂപ പ്രീമിയം വെച്ചിട്ട് ഒരു 10 പോയിന്റ് 10 രൂപയുടെ SL അടിച്ചാലും നിങ്ങളുടെ കോൺഫിഡൻറ്റ് വേണേണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 15 രൂപ പ്രീമിയം വെക്കുമ്പോൾ പെട്ടെന്ന് അടിക്കില്ല അത്. നമുക്കിപ്പോൾ ഒരു 2-3 ട്രേഡ് ടാർഗറ്റ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ട്രേഡ് സ്റ്റോപ്പ് വന്നത്. എന്നിരുന്നാലും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു 1:2
3.5 ആ റേഞ്ചിലാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോവാം. എൻഡ് ഓഫ് ദ മന്ത് ഒരു മാന്യമായ റിട്ടേൺ നമുക്ക് ഓപ്ഷൻ ബാങ്കിലൂടെ മേക്ക് ചെയ്യാൻ സാധിക്കും. സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് അക്കൗണ്ട് മാത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ സാധിക്കില്ല. വ്യക്തമായിട്ട് നമുക്കിവിടെ പ്രൈസ് ആക്ഷൻ കിട്ടി, ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ബൈയിങ് ക്യാൻഡിൽ കിട്ടി. നമുക്ക് വേണ്ട ഒരു ബയേഴ്സിൻ്റെ ഒരു പ്രഷറാണ്. ആ ഒരു ഫെയിൽ ആയെന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആവും. അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊരു എഡ്യൂക്കേഷൻ ഗ്രൂപ്പാണ്. ലൈവ് മാർക്കറ്റ് എഡ്യൂക്കേഷനാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ വന്ന് പറയണ കാര്യമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻകൂട്ടിയാണ്. നമ്മൾ ഈ പറഞ്ഞ ലെവൽ തന്നെ 9:30 കൊടുത്തത്. നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത് 10:15. അതായത് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു 10 മണി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 10:15 ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഏകദേശം 9:30, ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രേഡ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പിന്നെ ഒരു ബയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയത്. അവിടെ നമുക്ക് മാന്യമായ ഒരു റിട്ടേൺ മാർക്കറ്റ് തന്നിരുന്നുണ്ട്. മാന്യമായ റിട്ടേൺ അല്ല, നല്ല റിട്ടേൺ. ട്രേഡിങ് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു 7 days പ്രീ കോഴ്സ് ട്രയൽ എന്ന് പറയും. നിങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിക്കില്ല. കാരണം ട്രേഡിംഗ് കോഴ്സ് എടുക്കണ പല ആൾക്കാർക്കുള്ള പ്രശ്നമാണ് അവർ കോഴ്സ് എടുത്തിട്ട് അതിനൊരു വാല്യൂ ഇല്ലാതെ പോക്ക്. കാരണം പല ആൾക്കാരും ഇപ്പോൾ വെറുതെ കുറേ തല്ലിപ്പൊളി സ്ട്രാറ്റജിയും പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമാണ് ഇപ്പോൾ ട്രേഡിംഗ് ഗുരുക്കന്മാരായിട്ട് നടക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. കാരണം 7 days ട്രയലാണ്. ഇതുപോലെ നമ്മൾ ലൈവ് മാർക്കൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവ് മാർക്കൽ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ ലെവലും കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കൽ വർക്ക് ചെയ്യോ, എന്നിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതാണ് ഒരു പ്രീ കോഴ്സ് ട്രയൽ. 7 days ആണ്. 7 days നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം. അതല്ല നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇത് പോരാ, മോശം, അല്ലെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് എക്സിറ്റ് ചെയ്യുക. ഒരു ക്യാഷും ഇല്ല. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാജറേറ്റ് ചെയ്ത് റിസൾട്ട് ചെയ്യാൻ പറയാനുള്ള ലൈവ് മാർക്കലിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. കുറേ പിയാനിലെ കാണിച്ച ആൾക്കാരെ പറ്റിക്കാൻ ഞാൻ നടക്കാറില്ല. ലൈവ് മാർക്കറ്റിലുള്ള കാര്യം പറയുന്നു. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് കൺസെപ്റ്റ്. ഇതാണ് നമ്മൾ വ്യക്തമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ട്രേഡ് എടുക്കുന്നു. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഏതൊരു ഇൻസ്ട്രുമെന്റിലും വർക്ക് ചെയ്യും. ഫോറക്സിൽ, ക്രിപ്റ്റോയിൽ, എന്തിലാണോ അല്ലെങ്കിൽ ഭാവിയിലോട്ട് ഇനി എന്താണോ വരാൻ വേണ്ടി പോണത് അതിനകത്തും ഗോൾഡിനും ക്രിപ്റ്റോയിലൊക്കെ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഫോറക്സിലും വർക്ക് ചെയ്യും. നമ്മൾ ഫോറക്സിൽ നല്ല അടിപൊളിയായിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. GBP USD, USD JPY, യൂറോ USD, അതുപോലെ തന്നെ നാസ് 100 എല്ലാത്തിലും നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും പരതി എടുത്ത് ട്രേഡ് ചെയ്യാനല്ല. നമ്മൾ 5:30 USD JPY, അതായത് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കും. അതുപോലെ തന്നെ 12:30 ടൈമിൽ നമ്മൾ GBP USD അതിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ 7 ടൈമിൽ നാസ് 100, അതാണ് ഫോറക്സിൽ വന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള പെയറുകൾ ഞാൻ ട്രേഡ് ചെയ്യണം. നല്ല മൊമെന്റം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു ട്രേഡിംഗ് കോഴ്സ് എടുക്കുമ്പോഴും ലൈവ് മാർക്കറ്റിൽ ട്രയൽ ചോദിക്കുക. ഒരു പ്രീ കോഴ്സ് ട്രയൽ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ വിമർശിക്കുന്ന പല ആൾക്കാരുണ്ടാവും, ട്രേഡിംഗ് കോഴ്സ് വിൽക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളാന്നൊക്കെ തോന്നാം. പക്ഷേ ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ വ്യക്തമായിട്ട് മുൻകൂട്ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടണതാണ്. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ എനിക്ക് കൊള്ളാം എന്ന് തോന്നണമെങ്കിൽ മാത്രം നമ്മുടെ ട്രേഡിംഗ് കോഴ്സ് ജോയിൻ ചെയ്യുക. അതാ പറഞ്ഞത്. അല്ലാതെ ഞാൻ കുറേ എക്സാജുറേറ്റ് ചെയ്ത് ഈ ഒരു ട്രേഡിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗമാന്ന് പറയുന്ന പരിപാടി ആകുമില്ല. ട്രേഡിംഗ് ആണ്. ലോസും വരും, പ്രോഫിറ്റും വരും. ഇതുപോലെ നിങ്ങൾക്ക് ഒരു 1000 റിസ്ക് എടുത്താൽ 3000 പ്രോഫിറ്റ് മേക്ക് ചെയ്യാനുള്ള കൺസെപ്റ്റൊക്കെയാണ് നമ്മൾ പറയണത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാതല്ല. നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ അതൊന്നും വേണ്ട. നമ്മുടെ കൂടെ ലൈവ് മാർക്കറ്റിൽ ഇതുപോലെ ലെവൽ മാത്രം മതിയെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ കൂടെ ഫൈസിലോ ധനിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത്ര ആൾക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന ലൈഫ് ടൈം. അത്ര ആൾക്കാർക്ക് ഇതുപോലെ നല്ല രീതിയിൽ. കാരണം ഇത് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു എഡ്ജ് കിട്ടാനുള്ള എങ്കിൽ കൂടെ ജോയിൻ ചെയ്യാം. വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ ഒരു വ്യൂവും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലെവലുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. മുൻകൂട്ടി, എല്ലാം കഴിഞ്ഞിട്ടല്ല, മുൻകൂട്ടി. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.